بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين محمد وعلى آله وصحبه أجمعين أما بعد. കഴിഞ്ഞ ആയത്തിൽ നമ്മൾ ചർച്ച ചെയ്തത് അള്ളാഹുവിൽ വിശ്വസിക്കാത്ത ആളുകൾ അവർ ചെയ്യുന്ന അമലുകൾക്ക് അള്ളാഹു എന്ത് വിലയാണ് കൽപ്പിക്കുന്നത് എന്നും ആഖിറത്തിലേക്ക് എത്തുന്ന സന്ദർഭത്തിൽ അവർക്കതിൻ്റെ പേരിൽ യാതൊരു നന്മയും ലഭിക്കാതെ നിരാശരായി പോകും എന്ന വിഷയമാണ്. ശേഷം അള്ളാഹു പരാമർശിക്കുകയാണ്, അലം തറ അന്നല്ലാഹു യുസബ്ബിഹു ലഹു മൻ ഫിസ് സമാവാതി വൽ അർദ് വത്തയ്റു സവാഫാത്ത് കുല്ലുൻ ഖദ് അലിമ സ്വലാതഹു വതസ്ബീഹഹു വല്ലാഹു അലീമുൻ ബിമാ യഫ്അലൂൻ. അള്ളാഹു അവൻ്റെ ഖുദ്റത്തിലേക്ക്, അള്ളാഹു അവൻ്റെ വളർമ്മയിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കുകയാണ്. അലം തറ, നിങ്ങൾ മനസ്സിലാക്കുന്നില്ലേ, അറിയുന്നില്ലേ, അന്നല്ലാഹ, തീർച്ചയായും അള്ളാഹു തആല യുസബ്ബിഹു ലഹു, അള്ളാഹുവിനെ വാഴ്ത്തുന്നു, പ്രകീർത്തിക്കുന്നു, മൻ ഫിസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളിലുള്ള എല്ലാ ജന്തുജാലങ്ങളും. അപ്പോൾ എല്ലാം എങ്ങനെയാണ് അള്ളാഹുവിനെ തസ്ബീഹ് ചെയ്യുന്നത്? ഓരോ ജീവിയും ഓരോ സൃഷ്ടിയും അള്ളാഹുവിൻ്റെ മഹത്വത്തിനെ വിളിച്ചോതുന്നു എന്നുള്ളതാണ്. ഓരോ ജീവിയിലെ സ്ട്രക്ചറിലേക്ക് നോക്കിയാലും അതിൻ്റെ ഡിസൈനിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാലും അതിലൊക്കെ കാണുന്ന ഒരു പെർഫെക്ഷൻ ഉണ്ട്. ഓരോന്നും അതിൻ്റെതായ സ്ഥാനത്ത്, നമുക്ക് പോലും നമ്മുടെ കണക്കുകൂട്ടലുകൾക്ക് പോലും കാണാൻ പറ്റാത്ത രീതിയിലുള്ള ഘടന ഓരോ സൃഷ്ടിയിലും ഉണ്ടെങ്കിൽ ആ ഓരോ സൃഷ്ടിയും നമ്മളോട് പറയുന്നത്, എന്നെ സൃഷ്ടിച്ച അള്ളാഹു തആല പരിശുദ്ധനാണ്, അവൻ ന്യൂനതകളിൽ നിന്നും മുക്തമായവനാണ് എന്നാണ്. അപ്പോൾ അതാണ് എല്ലാം തസ്ബീഹ് ചെയ്യുന്നു എന്ന വാക്കിന് അധിക മുഫസ്സിരീങ്ങളും അർത്ഥം പറഞ്ഞിരിക്കുന്നത്. അള്ളാഹു ഇല്ല എന്ന് പറയുന്ന ആളുകൾ പോലും അവരുടെ ശരീരം പോലും അള്ളാഹു ഉണ്ട് എന്നതിലേക്കാണ് സൂചന നൽകുന്നതും അറിയിപ്പ് നൽകുന്നത്. അല്ലെങ്കിൽ നമ്മളിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇത്രയും കോംപ്ലിക്കേറ്റഡായ ഒരു ഹ്യൂമൻ സിസ്റ്റം, അതിൻ്റെ എക്സ്റ്റേണൽ സിസ്റ്റവും ഇൻറ്റേർണൽ സിസ്റ്റവും ഒക്കെ ആലോചിച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് ആർക്കും ഡിസൈൻ ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. നമ്മളൊരു വീട് നിർമ്മിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്ത് നിർമ്മിക്കുന്നുണ്ടെങ്കിലും എത്രയോ മനുഷ്യരുടെ ചിന്തയും അധ്വാനവും ഒക്കെ അതിൻ്റെ പിന്നിലുണ്ട്. പക്ഷെ നമ്മൾ എത്ര ഒരു പെർഫെക്റ്റ് ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ പോലും അതിലെന്തെങ്കിലുമൊക്കെ പിഴവുകൾ നമ്മൾ കാണാറുണ്ട്. 2 കൊല്ലം 3 കൊല്ലം കഴിയുമ്പോഴാണ് അതിലന്ന് ആ പ്രശ്നം ഈ പ്രശ്നം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഇടങ്ങാറാകാറുള്ളത്. എന്നാൽ നമ്മൾ മനുഷ്യന്മാർ നമ്മൾ നോക്ക്, എല്ലാവർക്കും അല്ലാഹു തആല ഒരേ പാറ്റേണിൽ കുറേ സാധനങ്ങൾ അല്ലാഹു കൊടുത്തിരിക്കുകയാണ്. ദഹന പ്രക്രിയക്ക് ഒന്ന്, അതുപോലെ തന്നെ വിസർജനത്തിന് മറ്റൊന്ന്, ശ്വാസം ഉള്ളിലേക്ക് എടുക്കാൻ ശ്വാസം പുറത്തേക്ക് കളയാൻ, ബ്ലഡിൻ്റെ പ്യൂരിഫിക്കേഷന്, ഇതൊന്നും നമുക്ക് പൂർണ്ണാർത്ഥത്തിൽ ഗ്രഹിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലുള്ളതാണ്. അള്ളാഹു പറയുന്നു, ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാം അള്ളാഹുവിനെ തസ്ബീഹ് ചെയ്യുന്നതാണ്. പ്രത്യേകിച്ച് അള്ളാഹു ഒരു വിഭാഗത്തിന് എടുത്തു പറയുന്നു, വത്തയ്റു, പക്ഷി വിഭാഗവും, സോഫാത്തിൻ, അത് തന്നെ ഇങ്ങനെ ചിറക് വിരിച്ച് പറക്കുന്ന അവസ്ഥയിൽ. പക്ഷികൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അന്തരീക്ഷത്തിൽ കൂടി അതിന് പറക്കണമെങ്കിൽ അതിന് പക്ഷിയുടെ ബയോളജിക്കലായ കുറച്ച് കാര്യങ്ങൾ ആവശ്യമുണ്ട്. പിന്നെ അതിൻ്റെ ആ മൂവ്മെൻറ്റ്, ഫിസിക്സും ബയോളജിയും ചേർന്നതാണ് പക്ഷിൻ്റെ ആകാശത്തിൽ കൂടിയുള്ള പറക്കൽ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ആലോചിക്കേട്ട ഒരു ഭാരമുള്ള വസ്തുവിന് അന്തരീക്ഷത്തിൻ്റെ ഇത്രയും ലെയറിൽ പിടിച്ചു നിൽക്കാൻ പറ്റണമെങ്കിൽ അതിൻ്റെ ഉള്ളിൽ എന്തെല്ലാം ഘടനകളുണ്ട്. നമ്മളതിനെപ്പറ്റി വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, പക്ഷിയുടെ ചിറകിൻ്റെ സ്ട്രക്ചർ ഒന്ന് അതതിന് സഹായകമാണ്. പിന്നെ അതിൻ്റെ എല്ലുകൾക്കിടയിൽ നേർത്ത രൂപത്തിൽ അള്ളാഹു സംവിധാനിച്ചിരിക്കുന്ന എയർ ബാഗ്സ്, പിന്നെ കാറ്റിൻ്റെ ഗതി, പിന്നെ ചിറകിൻ്റെ മുകൾ ഭാഗവും താഴ്ഭാഗവും ഒരേ പൊസിഷനിലല്ല. മുകൾ ഭാഗം ഈ പറഞ്ഞ പോലെ ഹൈ പ്രഷറായ വിൻസിനെ കട്ട് ചെയ്യാനും, പിന്നെ അതിൻ്റെ ചെരിഞ്ഞിട്ടുള്ള ആ യാത്ര എന്ന് പറയുന്നത് മുന്നോട്ടേക്ക് പോകാനും ഒക്കെ സഹായിക്കുന്നു എന്ന് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവർക്കൊക്കെ എവിടുന്ന ട്രെയിനിങ് കിട്ടിയത്, ഇവർക്കൊക്കെ എവിടെ ഇങ്ങനെ പറത്താനുള്ള പരിശീലനം കിട്ടിയത് അല്ലേ? രാവിലെ ആകുമ്പോൾ കൃത്യസമയത്ത് അതിൻ്റെ കൂടുകളിൽ നിന്നും പുറത്തേക്ക് പോകുന്നു. പക്ഷികളെ സഞ്ചാരം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. വലക്കും ഫീഹ ജമാലുൻ ഹീന തുരീഹൂന വഹീന തസ്റഹൂൻ, രാവിലെയും വൈകുന്നേരവും അതിൻ്റെ അങ്ങോട്ടുള്ള പോക്കിലും തിരിച്ചു വരവിലും കാണാൻ ഭയങ്കര സൗന്ദര്യമാണ്. ഒരു വി ടൈപ്പിലാണ് എന്ത് ചെയ്യുക, പക്ഷികൾ പറന്നു പോവുക. ശ്രദ്ധിച്ചാൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഇതൊക്കെ ആരാണ് ഇവരെ പഠിപ്പിച്ചത് എന്നതാണ് ചോദ്യം. ഇത് ഇവർക്ക് ഈ അറിവ് എവിടെ നിന്ന് ലഭിച്ചു? ഏതെങ്കിലും ഒരു പക്ഷി മാത്രം പറക്കുന്നെങ്കിൽ യാദൃശ്ചികത, 2 പക്ഷി പറക്കുന്നെങ്കിലും യാദൃശ്ചികത. പക്ഷെ എല്ലാ പക്ഷി വിഭാഗം ഇങ്ങനെ തന്നെയല്ലേ? അത് ചില പ്രത്യേക സീസണുകളിൽ അത് മൈഗ്രേറ്റ് ചെയ്യുന്നു, കുടിയേറുന്നു. ഒരു പ്രദേശത്തു നിന്നും
അല്ലേ? ചില സ്ഥലങ്ങളിലേക്ക് ഉഷ്ണം കൂടുതലുള്ള സ്ഥലത്ത് അല്ലെങ്കിൽ ശൈത്യം കൂടുതലുള്ള സ്ഥലത്ത് ഭക്ഷണ സാധനങ്ങൾ കൂടുതൽ കിട്ടുന്ന സ്ഥലത്തേക്കൊക്കെ ഇതിങ്ങനെ പറന്നു പോകുന്നു. അതിൻ്റെ ഉപജീവനം നേടുന്നു. അപ്പോൾ അള്ളാഹു പറയാണ് വത്തൈറു സാഫാത്തിൻ, അതിങ്ങനെ ചിറക് വിരിച്ച് പറക്കുന്ന ആ പക്ഷികളും അള്ളാഹുവിനെ തസ്ബീഹ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ശബ്ദങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ അത്ഭുതപ്പെട്ടു. നമ്മൾ കാക്കയെക്കുറിച്ച് മാത്രം നിങ്ങൾ പഠിച്ചു നോക്കണം. കാക്കയ്ക്ക് 200 തരം ശബ്ദമുണ്ടെന്നാണ്. 200 തരം ശബ്ദങ്ങൾ അത് പുറപ്പെടുവിക്കും. ഓരോ സൗണ്ടും ഓരോ മെസ്സേജാണെന്നാണ് പറയപ്പെടുന്നത്, അതിൻ്റെ ഓരോ ശബ്ദവും. പക്ഷികളെ കൂട്ടത്തിൽ ഏറ്റവും ഓർമ്മശക്തിയുള്ള ജീവി കാക്കയാണ്. നിങ്ങളൊരു കാക്കനെ ഇടങ്ങാറാക്കിയിട്ടുണ്ടെങ്കിൽ ആ കാക്കക്ക് നിങ്ങൾ 20 വർഷം വരെ ഓർമ്മ ഉണ്ടാവുന്നതാണ്. 20 കൊല്ലം. അത് വെറുതെ പറഞ്ഞാൽ നിങ്ങൾ വെറുതെ ഒന്ന് ജസ്റ്റ് ചാറ്റിപ്പിട്ടിനോട് ചോദിച്ചു നോക്ക്, അല്ലെങ്കിൽ ജെമിനോടൊക്കെ ചോദിച്ചു നോക്ക്, കാക്ക ശാസ്ത്രം അത്ഭുതപ്പെട്ടു. കാക്കൻ്റെ കൂട്ടത്തിൽപ്പെട്ട ഒരു ജന്തു, ഒരു കാക്ക ചത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അലേർട്ടായി പറക്കുന്ന കുറേ കാക്കകളുണ്ട്. ഈ കാക്കകൾ ഉടനെ സിഗ്നൽ കൊടുക്കും. എല്ലാ കാക്കകളും വരും അവിടെ. മനുഷ്യന്മാർ മരിച്ച ആൾക്കാർ ഇങ്ങനെ ഒരുമിച്ച് കൂട്ടുന്നത് പോലെ ഇവരെല്ലാവരും ഒരുമിച്ച് കൂടി കരഞ്ഞ് നിലവിളിച്ച് അവരെ സങ്കടങ്ങളൊക്കെ മൊത്തം തീർത്ത് ആ കാക്കയെ ദഫൻ ചെയ്യാനും അടക്കം ചെയ്യാനുള്ള കാര്യങ്ങൾ അവകൾ ചെയ്യുകയും ചെയ്യും. ഇങ്ങനെ ഓരോ ജീവികളെക്കുറിച്ച് നമ്മൾ പഠിച്ചാൽ, ഇപ്പോൾ കേരളത്തിൽ നമ്മളെ എല്ലാവരാണ് പക്ഷി വിഭാഗവുമായി ബന്ധപ്പെട്ട് വലിയ പഠനം നടത്തിയത് സാലിമല്ലേ, പക്ഷി നിരീക്ഷകൻ. അദ്ദേഹത്തിൻ്റെ സാലിമോ സലീം, അദ്ദേഹത്തിൻ്റെ ഒരു നിരീക്ഷണ കേന്ദ്രം ഉണ്ടല്ലോ തൃശ്ശൂരിൽ. എവിടെയാ? പോയിട്ടില്ല? പോകണം. തൃശ്ശൂർ പെരുമ്പാവൂരാണെന്ന് കറക്റ്റ് ഓർമ്മയില്ല. നമ്മൾ പോയിട്ടുണ്ട്. എന്തായാലും കാണേണ്ട സംഭവമാണത്. ഓരോ പക്ഷികളെക്കുറിച്ച്, അതിൻ്റെ വളർച്ചയെക്കുറിച്ച്, അതിൻ്റെ ഘടനയെക്കുറിച്ച് അദ്ദേഹം പഠിക്കുകയും അദ്ദേഹത്തിൻ്റെതായ രീതിയിൽ എഴുത്തുകൾ നടത്തുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് അള്ളാഹുവിൻ്റെ വലിയ ഖുദ്റത്തിൻ്റെ ശാഖയാണ്. നമ്മളിതൊക്കെ പറയുമ്പോൾ നമ്മൾ അത്ഭുതപ്പെടുത്തുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം പക്ഷികളെ സംബന്ധിച്ച പഠനവും ഈ ജീവികളെ സംബന്ധിച്ച, ഇപ്പോൾ സുവോളജിയൊക്കെ ആണല്ലോ അതിനെക്കുറിച്ച് കൂടുതൽ ചർച്ച ചെയ്യുന്നത്. അതൊക്കെ ഇപ്പോൾ അടുത്ത് വന്ന ശാസ്ത്രമാണ്. അത് ഇപ്പോൾ അടുത്താണ് അതിൻ്റെയൊക്കെ ഡെവലപ്മെൻറ്റ് വളരെ നന്നായിട്ട് വന്നത്. നമ്മൾ ഇമാമിങ്ങൾ തന്നെ പക്ഷികളെ പറ്റിയിട്ടും ജീവികളെ പറ്റിയിട്ടും ഒക്കെ വലിയ വലിയ ഗ്രന്ഥങ്ങൾ എഴുതി എന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ? ഹയാത്തുൽ ഹയവാൻ എന്ന് പറഞ്ഞിട്ട് ജന്തുശാസ്ത്രത്തിനെ കുറിച്ചിട്ട് പുസ്തകങ്ങളുണ്ട്. ഇമാം സുയൂത്തി റഹിമുള്ളയും അതുപോലെ ദിമ്യാത്തിയും ഒക്കെയാണ് ആ ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുള്ളത്. എന്തായാലും ആ ഗ്രന്ഥങ്ങൾ വന്നത് ഹിജറ 1000 അടുത്താണ്, 400 വർഷങ്ങൾക്കപ്പുറത്ത്. ഈ നമ്മളിന്ന് കാണുന്ന മോഡേൺ സയൻസൊക്കെ ഡെവലപ്പായി 10-200 കൊല്ലങ്ങളായിട്ടുള്ളൂ. അന്ന് തന്നെ ഒരു 2-3 വോള്യങ്ങളൊക്കെ ഉള്ള പുസ്തകങ്ങളാണ് ഹയാത്തുൽ ഹയവാൻ എന്ന് പറഞ്ഞിട്ട്, ജന്തുക്കളെക്കുറിച്ചുള്ള പഠനം. അതിൽ ഓരോ ആൽഫബറ്റിക് ഓർഡറിലാണ് അതിൻ്റെ ഉള്ളത്. ഇപ്പോൾ അലിഫ് എടുത്തു കഴിഞ്ഞാൽ അലിഫ് കൊണ്ട് തുടങ്ങുന്ന എല്ലാ ജന്തുക്കളും ഉണ്ടാവും. ഇപ്പോൾ അസദുൻ, സിംഹത്തിന് എന്തെല്ലാം പേരുണ്ട്, അതിൻ്റെ എന്തെല്ലാം തരങ്ങളുണ്ട്, അതിൽ എന്തൊക്കെ സാധനങ്ങളുണ്ട്, അതെന്തൊക്കെയാണ് കഴിക്കുക. അപ്പോൾ നമ്മൾ അത്ഭുതപ്പെട്ട്, അപ്പോൾ ഇവർ ഏത് എൻസൈക്ലോപീഡിയ നോക്കിയിട്ടാണ് ഇത് കോപ്പി ചെയ്തിട്ടുണ്ടാകുക, ഇത് പഠിച്ചിട്ടുണ്ടാകുക. അപ്പോൾ നമ്മൾ ഇമാമിങ്ങൾ ആ വിഷയങ്ങളിൽ പോലും ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും നമ്മൾ ഉമ്മത്തിന് അത് സംബന്ധമായ ഇൽമ നൽകിയിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ എല്ലാ ജന്തുക്കളും അള്ളാഹുവിനെ തസ്ബീഹ് ചെയ്യുന്നു, പക്ഷികളും അള്ളാഹുവിനെ തസ്ബീഹ് ചെയ്യുന്നുണ്ട്. കുല്ലുൻ ഖദ് അലിമ സ്വലാത്തഹു വ തസ്ബീഹഹു, ഇവറ്റകളിൽ ഓരോന്നും അതിൻ്റെ സ്വലാത്ത് എങ്ങനെയാണെന്നും അതിൻ്റെ അള്ളാഹുവിന് വേണ്ടിയിട്ടുള്ള വണങ്ങൽ എങ്ങനെയാണെന്നും അള്ളാഹുവിനെ വാഴ്ത്തൽ എങ്ങനെയാണെന്നും ഒക്കെ അവകൾ അറിഞ്ഞിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ ശബ്ദങ്ങൾ ഒരു പക്ഷേ ചില മുഫസ്സിരിങ്ങൾ അങ്ങനെയും പറയുന്നുണ്ട്, അതിൻ്റെ ശബ്ദം തസ്ബീഹാണ്. ഇപ്പോൾ തവളയെ കൊല്ലൽ ഹറാമാണല്ലോ, തവളയെ കൊല്ലരുതെന്ന് നേരെ ഹദീസിൽ വ്യക്തമായ കാര്യം, തവളയെ കൊല്ലൽ ഹറാമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒന്നാമത്തെ കാരണം അതിനെക്കൊണ്ട് ഒരു ഷെറും ഇല്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഷെറ ഒരു ജീവനെ കൊല്ലാൻ അനുവദിക്കുന്നുണ്ടെങ്കിൽ ഇടങ്ങാറുള്ള ജീവികളെ കൊല്ലാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ എലിയെ കൊല്ലാം, അതുപോലെ ചില കടിക്കുന്ന പട്ടികൾ സുപ്രീം കോടതി കേൾക്കുന്നുണ്ടാവും, അതിനൊക്കെ എന്ത് ചെയ്യാം, കൊല്ലാന്ന് ഷറവ് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ തവളയെ കൊല്ലരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഒരു കാരണം അതിനെക്കൊണ്ടൊരു ഉപദ്രവം മനുഷ്യന്മാർക്കില്ല. 2 മറ്റു ചില റിപ്പോർട്ടുകൾ കാണുന്നത് അതിൻ്റെ ശബ്ദം അതിൻ്റെ തസ്ബീഹാണെന്ന് പറയുന്നുണ്ട്. അതുണ്ടാക്കുന്ന ഒരു തരം ശബ്ദമില്ലേ, ആ ശബ്ദം അതിൻ്റെ തസ്ബീഹാണ്. അപ്പോൾ ഈ തസ്ബീഹും അതിൻ്റെ വിധേയത്വമൊക്കെ അള്ളാഹു അറിയുന്നു. വല്ലാഹു അലീമും ബിമാ യഫ്അലൂൻ. അപ്പോൾ പിന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ മനുഷ്യരുടെ പ്രവർത്തനങ്ങളെ പറ്റി അറിയാതിരിക്കുമോ? കണക്ഷൻ മനസ്സിലാവുന്നുണ്ടോ? തൊട്ടുമ്പോൾ ആയത്തിൽ കാഫിരീങ്ങൾ ചെയ്തു, അത് ആടെ എത്തുമ്പോൾ ഒന്നുമില്ലാത്ത അവസ്ഥ. അപ്പോൾ ഇതെന്താ അള്ളാഹ് ഇവർ ചെയ്ത പ്രവൃത്തിയൊന്നും അറിഞ്ഞിട്ടില്ലേ? ഇവർ ചെയ്ത പ്രവൃത്തി എന്നല്ല, ഈ പ്രപഞ്ചത്തിലെ ഓരോ ജന്തുജാലങ്ങളും അത് ചെയ്യുന്ന തസ്ബീഹും
അള്ളാഹുവിനെ വേണ്ടിയിട്ടുള്ള അടക്കങ്ങളും അനക്കങ്ങളും ഒക്കെ അള്ളാഹു അറിയുന്നുണ്ട്. പിന്നെ ഇവരുടെ പ്രവൃത്തി അറിയാതിരിക്കുമോ? അറിയാതിരിക്കുന്നതല്ല, അതിന് മൂല്യം ലഭിക്കേണ്ട അടിസ്ഥാനമായ ഈമാനില്ലാത്തതിൻ്റെ പേരിൽ അള്ളാഹു അതിനെ തള്ളിക്കളയുന്നതാണ് എന്നാണ് അള്ളാഹു പറയുന്നത്. എന്നിട്ട് വീണ്ടും അള്ളാഹു പറയുന്നു, വലില്ലാഹി മുൽക്കുസ്സമാവാതി വല്ലർ, ആകാശഭൂമികളിൽ ഉള്ള എല്ലാത്തിൻ്റെയും ആകാശത്തിൻ്റെയും ഭൂമിൻ്റെയും അധികാരം അള്ളാഹുവിന് മാത്രമുള്ളതാണ്. അപ്പോൾ ആരെങ്കിലും ഒരാൾ ക്ലെയിം ചെയ്യണം, ഇവിടെ ഈ പള്ളിയാരത്, അത് ഇന്ന ആളാണ് ഇതിൻ്റെ രജിസ്ട്രേഷൻ നടത്തിയത്, ഈ സ്ഥലമാരത് ഇന്നാളത്. അപ്പം ഇനി ഈ ഭൂമി മൊത്തം എൻ്റേതാണെന്ന് ആരെങ്കിലും ഒരാൾ ഇതുവരെ ക്ലെയിം ചെയ്തതായിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഉണ്ടോ? അങ്ങനെ ഒരാൾ ക്ലെയിം ചെയ്ത് ആദ്യം ഗവൺമെൻറ്റിൻ്റെ ചോദിക്കും, എവിടെ പട്ട, എവിടെ പേപ്പർ, എവിടെയെന്ന് ചോദിക്കും. അതിലെന്തെങ്കിലും മിച്ചുണ്ടെങ്കിൽ ഗവൺമെൻറ് എടുക്കാനാണ് നോക്കുക. അങ്ങനെ ഈ പ്രപഞ്ചം മുഴുവൻ, ഈ ഭൂമി മുഴുവൻ, അതിൽ കണ്ടതും കാണാത്തതും അറിഞ്ഞതും അറിയാത്തതും ഒക്കെ അള്ളാഹു പറയുന്നു വലില്ലാഹി, അത് ആരുടെ അധികാരത്തിൽ മാത്രമുള്ളതാണ്? അള്ളാഹുവിൻ്റെ അടുക്കൽ മാത്രമുള്ളതാണ്. വ ഇലല്ലാഹിൽ മസീർ, ആ അള്ളാഹുവിലേക്കാണ് ഇതെല്ലാം ചെന്ന് ചേരേണ്ടത്. അപ്പോൾ പിന്നെ അള്ളാഹുവിനെ നിഷേധിക്കുക, അള്ളാഹുവിനെ അംഗീകരിക്കാതിരിക്കുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ ബുദ്ധിമോശമാണ് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ ഖുർആൻ്റെ ഒരു പൊതു ശൈലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ സൂറത്തുൽ നൂറിൻ്റെ ആദ്യ ഭാഗം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, കംപ്ലീറ്റ് അഹ്കാമുകളായിരുന്നു അല്ലേ? ഫിഖ്, അടിക്കണം, സാക്ഷി നിർത്തണം, പുറത്താക്കണം, എറിഞ്ഞു കൊല്ലണം, അങ്ങനെ ആക്കണം, ഇങ്ങനെ ആക്കണം, ആടെ നോക്കരുത്, ഇവിടെ നോക്കരുത്, കുറേ അഹ്കാമുകളായിരുന്നു. അഹ്കാമുകൾ എന്ന് പറയുന്നത് അതിന് ശേഷം തന്നെ ഖുർആൻ എന്ത് ചെയ്യും? അങ്ങനെ ഒരു പരാമർശം വന്നു കഴിഞ്ഞാൽ പിന്നെ ആത്മീയമായ ഈമാനിയായ ചർച്ചകളും അല്ലാഹു തആല കൊണ്ടുവരും. ഹുക്കുമുകൾ കേട്ടതിന് ശേഷം മനസ്സിനെ ഒന്ന് സോഫ്റ്റാക്കാൻ, അള്ളാഹുലേക്ക് ചിന്തകൾ അടുപ്പിക്കാൻ വേണ്ടിയിട്ട് ഈമാനിയായ കാര്യങ്ങളും വരും. അതിന് ശേഷമാണ് അല്ലാഹു തആല എന്ത് ചെയ്തത്? പ്രകാശത്തിനെ കുറിച്ച് പറഞ്ഞു, അള്ളാഹുവിൻ്റെ മഹത്വത്തിനെ കുറിച്ച് പറയുന്ന രീതി ഉണ്ടായത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അള്ളാഹുവിൻ്റെ കലാമിനെ യഥാർത്ഥമായി മനസ്സിലാക്കുവാനും ജീവിതത്തിൽ ഉൾക്കൊള്ളുവാനുള്ള തൗഫീഖ് നൽകി